ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സമുദ്രജല പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹം ഏത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, എൽ നിനോ കറണ്ട് ആണ്. ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ചൂടുള്ള സമുദ്ര പ്രവാഹം എന്ന് പറയുന്നത്. ഇനി പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽ നിനോ, ലാനിന എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. എൽ നിനോ എന്ന് പറയുന്നത് 3 മുതൽ 7 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്നു. എത്രയാണ്? 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന സങ്കീർണമായ ഒരു കാലാവസ്ഥ സംവിധാനം ആണ് എൽ നിനോ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ണിയേശു എന്നാണ്. ഉണ്ണിയേശു എന്നാണ് എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം. എൽ നിനോ മൂലം കനത്ത മഴ, വരൾച്ച എന്നീ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. കനത്ത മഴയും ഉണ്ടാകും, വരൾച്ചയും ഉണ്ടാകുന്നു എൽ നിനോ മൂലം. ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങളായി മാറുന്ന പ്രതിഭാസം ആണ് എൽ നിനോ. എൽ നിനോയ്ക്കകത്ത് ശീതജലം എന്തായിട്ട് മാറും? ഉഷ്ണജല പ്രവാഹമായിട്ട് മാറുന്ന ഒരു പ്രതിഭാസം ആണ്. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഇതാണ് എൽ നിനോ എന്ന് പറഞ്ഞത്. അതായത് മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഇതാണ് എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസം. എൽ നിനോ വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ആണ് ലാനിന എന്നത്. ലാനിന എന്നത് എൽ നിനോ വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ഇതിൻ്റെ അർത്ഥം ബാലിക അഥവാ ചെറിയ പെൺകുട്ടി എന്നാണ്. ബാലിക അഥവാ ചെറിയ പെൺകുട്ടി എന്നാണ് ലാനിന എന്ന വാക്കിൻ്റെ അർത്ഥം. പസഫിക് സമുദ്രത്തിലെ ഊഷ്മാവ് ശരാശരിയിലും താഴെയാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ലാനിന എന്ന് പറയുന്നത്. ലാനിന എന്ന് പറഞ്ഞത് പസഫിക് സമുദ്രത്തിലെ ഊഷ്മാവ് ശരാശരിയിലും താഴെയാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ലാനിന. നമുക്ക് ഒയാഷിയോ കറണ്ട്. ഈ ഒയാഷിയോ കറണ്ട്, അതായത് ഓപ്ഷൻ എ, പടിഞ്ഞാറൻ വടക്കൻ പസഫിക് സമുദ്രത്തിലെ ഒരു തണുത്ത ഉപ ആർട്ടിക് സമുദ്ര പ്രവാഹം ആണ് ഒയാഷിയോ കറണ്ട് എന്ന് പറഞ്ഞത്. പടിഞ്ഞാറൻ വടക്കൻ പസഫിക് സമുദ്രത്തിലെ ഒരു തണുത്ത ഉപ ആർട്ടിക് സമുദ്ര പ്രവാഹം ആണ് ഒയാഷിയോ കറണ്ട്. തെക്കോട്ടൊഴുകുകയും എതിർ ഘടികാര ദിശയിൽ കറങ്ങുകയും ചെയ്യുന്നു. ഇവ തെക്കോട്ടേക്ക് ഒഴുകുകയും എതിർ ഘടികാര ദിശയിൽ കറങ്ങുകയും ചെയ്യുന്നു ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓപ്ഷൻ സി, കുറാഷിയോ പ്രവാഹം. അതായത് കുറോഷിയോ പ്രവാഹത്തിൻ്റെ ഉപരിതല ജലം ചൂടുള്ളതും ഉപ്പുരസം ഉള്ളതും ആണ്. ചൂടുള്ളതും ഉപ്പുരസം ഉള്ളതുമാണ്. കാരണം പടിഞ്ഞാറോട്ടൊഴുകുന്ന വടക്കൻ ഭൂമധ്യരേഖാ പ്രവാഹം വടക്കൻ പസഫിക്കിൻ്റെ പടിഞ്ഞാറൻ അതിർത്തികളിൽ എത്തുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ആണ് കുറേഷ്യോ ആരംഭിക്കുന്നത്. ഈ കുറോഷിയോ പ്രവാഹത്തിനെയാണ് ബ്ലാക്ക് സ്ട്രീം എന്ന് പറയുന്നത്. കുറോഷിയോ പ്രവാഹത്തിനെയാണ് ബ്ലാക്ക് സ്ട്രീം എന്ന് പറയുന്നത്. ഇനി കാലിഫോർണിയ പ്രവാഹം എന്ന് പറയുന്നത് ഉയർന്ന അക്ഷാംശങ്ങളിൽ നിന്നുള്ള തണുത്ത വെള്ളം ബ്രിട്ടീഷ് കൊളംബിയയുടെ അരികിൽ നിന്ന് ബാജയിലേക്ക് തെക്കോട്ടൊഴുകുന്നു. ഇതാണ് കാലിഫോർണിയ പ്രവാഹം എന്ന് പറയുന്നത്. ഉയർന്ന അക്ഷാംശങ്ങളിൽ നിന്നുള്ള തണുത്ത വെള്ളം ബ്രിട്ടീഷ് കൊളംബിയയുടെ അരികിൽ നിന്ന് ബാജയിലേക്ക് തെക്കോട്ടൊഴുകുന്നു. ഇതാണ് കാലിഫോർണിയ പ്രവാഹം എന്ന് പറയുന്നത്. പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ശീതജല പ്രവാഹങ്ങൾ നമ്മൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒയാഷിയോ ആയാലും പിന്നെ പെറു ഹംബോൾട്ട് പ്രവാഹം ആയാലും കാലിഫോർണിയ പ്രവാഹം ആയാലും പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം, ഒന്നുകൂടെ പറയാം, പെറു ഹംബോൾട്ട്, കാലിഫോർണിയ, ഒയാഷിയോ പ്രവാഹം ഇവയെല്ലാം പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം ആണ്. ഏതൊക്കെയാണ്? ഒയാഷിയോ, കാലിഫോർണിയ ആൻഡ് പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം എന്ന് പറഞ്ഞത്. ഇനി ഇതിനകത്തേതാണ് പസഫിക്കിലെ തന്നെ ഉഷ്ണജല പ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം എന്ന് പറഞ്ഞത്. കുറോഷിയോ പ്രവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണജല പ്രവാഹം ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉഷ്ണജല പ്രവാഹങ്ങൾ ആണ് അഗുൽഹാസ് പ്രവാഹം. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, അഗുൽഹാസ് പ്രവാഹം. അറ്റ്ലാന്റിക്കിൻ്റെ ശീതജലമാണ് ലാബ്രഡോർ, കാനറീസ്, പശ്ചിമവാത പ്രവാഹം, ബെൻഗ്വേല. അപ്പോൾ നിങ്ങൾ അറ്റ്ലാന്റിക്കിൻ്റെത് ലാബ്രഡോറും കാനറീസും ബെൻഗ്വേലയും പഠിച്ചു വെക്കണം. കാനറീസും ലാബ്രഡോറും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്.
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെ ഉഷ്ണജല പ്രവാഹം ആണ് ബ്രസീൽ പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ആണ് ബ്രസീൽ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം ആൻഡ് ഗൾഫ് സ്ട്രീം. അത് മൂന്നും പഠിച്ചു വെക്കണം കേട്ടോ. ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, ബ്രസീൽ. ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, ബ്രസീൽ എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പസഫിക്കിലെ ഉഷ്ണജല പ്രവാഹത്തിനകത്ത് നമ്മൾ കുറോഷിയോ ഓർത്ത് വെച്ചേക്കണം. ശീതജലമാണ് പെറു, കാലിഫോർണിയ, ഒയാഷിയോ. അറ്റ്ലാന്റിക്കിൻ്റെ ശീതജലമാണ് ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല. ലാബ്രഡോർ, കാനറീസ്, ബെൻഗ്വേല. അറ്റ്ലാന്റിക്കിൻ്റെ ഉഷ്ണജല പ്രവാഹമാണ് ബ്രസീൽ, ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ആണ് അഗുൽഹാസ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഒരു ഉഷ്ണജല പ്രവാഹമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഒരു ഉഷ്ണജല പ്രവാഹം. ശീതജലമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേത് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ശീതജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. താങ്ക് യു. നിങ്ങൾക്ക് ടെലഗ്രാമിലുള്ള 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 208 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.